ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ നിയോഗ പ്രാർത്ഥനയുടെ 16-ാമത്തെ ദിവസമാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. ഈ 15 ദിവസങ്ങളിലും പങ്കെടുത്തു പ്രാർത്ഥിച്ച എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സമയം ദൈവവചനം കേൾക്കുവാൻ ലക്ഷക്കണക്കിന് ആളുകൾ കുടുംബങ്ങളിൽ പ്രാർത്ഥനയോടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിത് നിയോഗ പ്രാർത്ഥനയാണല്ലോ. എഴുതി വച്ചിരിക്കുന്ന നിയോഗങ്ങളും ജീവിതത്തെയും എല്ലാം ഒന്ന് സമർപ്പിച്ചുകൊണ്ട് അല്പസമയം, കുറച്ചു സമയം നല്ലവനായ ദൈവത്തെ, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ദൈവത്തെ, നമുക്ക് ഈ ആയുസ്സും ആരോഗ്യവും നൽകിയ, ഈ ഒരു അവസരം നൽകിയ ആ നല്ല ദൈവത്തെ നമുക്കൊന്ന് അധരം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലാണ് നിങ്ങളുള്ളതെങ്കിൽ കുടുംബമായി ആത്മാവിൽ ഒരുമിച്ച് നിന്ന് എല്ലാവരെയും ചേർത്ത് നിർത്തി നമുക്കൊന്ന് സ്തുതിച്ച് അധരം തുറന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, ഓരോ യുവതീ യുവാക്കളെയും, ഓരോ വിദ്യാർത്ഥിനികളെയും, ഓരോ മാതാപിതാക്കളെയും, ഓരോ അപ്പച്ചന്മാർ അമ്മച്ചിമാരെയും, ദൈവം എല്ലാ സമർപ്പിതരെയും ശുശ്രൂഷകരെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകണമേ. വിടുതലിൻ്റെ അഭിഷേകത്തെ അങ്ങ് പകരണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ വെളിപ്പെടുത്തണമേ. എല്ലാം നിയോഗങ്ങളെയും അങ്ങയുടെ സാന്നിധ്യത്തിൽ ഏൽപ്പിച്ചു തരുന്നു. നിയോഗങ്ങളെ സ്വീകരിക്കണമേ, പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ, ജീവിതങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ, ശബ്ദത്തെ, ആയുസ്സിനെ, ആരോഗ്യത്തെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ എഴുതി വച്ചിരിക്കുന്ന, ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നിയോഗം ഒന്ന് കൈകളിലെടുത്ത് ആ നിയോഗത്തിന് വേണ്ടി ഒരു പ്രാവശ്യം നിയോഗ പ്രാർത്ഥന വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. ആ നിയോഗം എഴുതിയ ആ ഒരു പേപ്പർ കൈകളിലെടുത്ത് കണ്ണുകളടച്ച് ആ നിയോഗത്തിൻ്റെ ആ ഒരു പേപ്പറിൽ കുരിശിൻ്റെ ഒരു അടയാളം വരച്ച് നിയോഗ പ്രാർത്ഥനയൊന്ന് ചൊല്ലാമോ? യേശുവേ, യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാമോ? യേശുവേ, എൻ്റെ നിയോഗങ്ങളെ എല്ലാം സ്വീകരിച്ച് എനിക്ക്, എൻ്റെ കുടുംബത്തിനായി അത് സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിയോഗ പ്രാർത്ഥനയുടെ 16-ാമത്തെ ദിവസം നമ്മൾ ദൈവവചനത്തിലേക്ക് ശ്രദ്ധിക്കുകയാണ്. ദൈവവചനം ഒന്ന് കേൾക്കുവാൻ, ഒന്ന് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. ഒന്ന് വേഗത്തിൽ ശ്രദ്ധിക്കുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണുള്ളത്. ആദ്യത്തെ ശിഷ്യന്മാർ എന്നാണ് തലക്കെട്ട്, എങ്കിലും അതിലെഴുതിയിരിക്കുന്നത് എല്ലാവർക്കും ആവശ്യമായ ഒരു വചനമാണ്. സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ ഈ വചനം നമുക്ക് സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ, ശരീരത്തെ ഒരുക്കാം. അതിനു മുമ്പ് ഒരു കുഞ്ഞു കാര്യം പറയട്ടെ. ഈ വചനത്തിലേക്ക് വരുമ്പോൾ, കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും മനസ്സിനെയും ശരീരത്തെയും ഒരിക്കൽ കൂടി സമർപ്പിച്ച് ഒരുക്കി പ്രാർത്ഥിക്കുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവിന് കാരണമാകട്ടെ. എന്തെന്നറിയാമോ? ഈ വചനം, 1-ാമത്തെ വചനം, ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. ഇപ്പം നമ്മൾ പറയില്ലേ, ഇന്ന് യോഗ പ്രാർത്ഥനയിൽ ലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നതെന്ന്. അതുപോലെ അന്നത്തെ കാലത്തും ജനങ്ങൾ ദൈവവചനം കേൾക്കാൻ വേണ്ടി തിങ്ങിക്കൂടുമായിരുന്നു, ഒരുമിച്ച് കൂടുമായിരുന്നു. നോക്കൂ, അന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങളാണ്. ഇന്നും ഓർക്കുന്ന അത്ഭുതങ്ങളാണ്. അന്ന് ലഭിച്ച ഓരോ വ്യക്തിക്കും ദൈവം കൈമാറിയ അനുഗ്രഹങ്ങൾ. ദൈവവചനം കേൾക്കാൻ തിങ്ങിക്കൂടി. അപ്പോൾ ഗനേസറത്ത് തടാകത്തിൻ്റെ തീരമായിരുന്നു
ആ ജനങ്ങൾ തിങ്ങിക്കൂടിയ സ്ഥലം. പക്ഷെ രണ്ടാമത്തെ വാക്യം എഴുതുന്നു, 2 വള്ളങ്ങൾ കരയോടടുത്തു കിടക്കുന്നത് അവൻ കണ്ടു. അത്രയും ജനങ്ങൾ അവിടെ ഉണ്ടായിട്ടും യേശു ശ്രദ്ധിച്ചത് 2 വള്ളങ്ങളെയാണ്. അപ്പോൾ എന്തോ പ്രത്യേകതയുണ്ട് ആ വള്ളത്തിന്. ഒന്നെങ്കിൽ സന്തോഷം നിറഞ്ഞ ഒരു സാഹചര്യമാണ്, അല്ല ദുഃഖം നിറഞ്ഞൊരു സാഹചര്യമാണ്. വചനം പഠിക്കുമ്പോൾ അറിയാൻ പറ്റും, സന്തോഷമുള്ള സാഹചര്യമല്ല ആ വള്ളത്തിൻ്റെ ഉടമസ്ഥർക്കുള്ളത്. താഴെ എഴുതിയിട്ടുണ്ട്, മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. ആരുടെ ഉടമസ്ഥതയിലുള്ള വള്ളമായിരുന്നു? ഒരെണ്ണം ശിമയോൻ്റേതായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേകത, യേശു അടുത്ത വാക്യമാണ് ഈ വചനത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്ന സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, എന്നറിയാമോ? യേശു അതിൽ കയറി. അങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ വചനത്തിനകത്തൊന്ന് ശ്രദ്ധിച്ചേ. യേശു അതിൽ കയറി. യേശു അതിൽ കയറുന്നത് എത്ര പേര് കണ്ടു? ആ ഗനേസറത്തു തടാകത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും കണ്ടു യേശു അതിൽ കയറുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അറിയുന്ന എല്ലാവരും കാണാനിടയാകട്ടെ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങൾ മാത്രമല്ല, അനേകർ നിങ്ങളെ അറിയുന്ന അനേകർ അറിയാൻ ഇടവരും. യേശു അതിൽ കയറി. യേശു അതിൽ കയറി. നമ്മുടെ നിയോഗത്തെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു അനുഗ്രഹം വരുന്നൊരു സമയം ഉണ്ടാകട്ടെ, ഇതുപോലൊരു അഭിഷേകം കടന്നു വരുന്നൊരു മിനിറ്റ് ഉണ്ടാകട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാം കയറി വരുന്ന, ഇത്രയും നാള് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറുന്ന ഒരു വലിയ സന്തോഷത്തിന് അനുഭവം ഉണ്ടാകട്ടെ. യേശു അതിൽ കയറി. ആ വള്ളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ആ മനുഷ്യരുടെ, ആ ശിമയോന്റെയും വള്ളത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളവരുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് താഴെ എഴുതിയിട്ടുണ്ട്. മുഴുവൻ വായിക്കാൻ സമയമില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. നിരാശയും സങ്കടവും വിഷമവും ഉറക്കക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലാണ് ആ വള്ളത്തിൻ്റെ സൈഡിൽ ആ കരയോടടുത്ത് അവരിരുന്നത്. അവരുടെ ആ മനസ്സിൻ്റെ വേദന അറിഞ്ഞ്, അവസ്ഥ അറിഞ്ഞ് യേശു അവരുടെ ജീവിതത്തിലേക്ക്, വള്ളത്തിലേക്ക്, അവരുടെ ആ വിഷമ സാഹചര്യത്തിലേക്ക് കയറി ചെന്നു. അവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. യേശു അങ്ങോട്ട് ചെന്നപ്പം, ആ വള്ളത്തിലേക്ക് കയറിയപ്പം, സാധാരണ രീതിയിലാണെ പറയും, ദയവ് ചെയ്ത് കയറരുത്, ഇന്നലെ രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്നാമതെ ഉറക്കക്ഷീണമുണ്ട്, ഈ വള്ളം ഇനി പിന്നെയോ സമയത്തെ എടുക്കത്തുള്ളൂ, നിങ്ങൾ ദയവായി പുറത്തു നിൽക്കണം, ഇല്ലേ മറ്റു വള്ളം നോക്കണം. ശിമയോൻ പത്രോസ് യേശു കയറിയപ്പം കയറണ്ടെന്ന് പറഞ്ഞോ, തടഞ്ഞോ, അല്ലെ ബുദ്ധിമുട്ടാ, ക്ഷീണമോ, ഒന്നും പറഞ്ഞില്ല. യേശു അതിൽ കയറിയപ്പം ശിമയോനോട് പറഞ്ഞു, കരയിൽ നിന്ന് അല്പം വള്ളം മുന്നോട്ട് നീക്ക്. അതനുസരിച്ചു. അതിൻ്റെ അർത്ഥം, യേശുവിൻ്റെ ആ ഒരു വരവിനെ അതിന് 2 കൈ നീട്ടി സ്വീകരിച്ചു. 2 കൈ നീട്ടി യേശുവിൻ്റെ ആ വരവിനെ സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി, വചനം ദൈവമായിരുന്നു. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നൊരു ദൈവമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഒരു അനുഗ്രഹമുണ്ട്. 2 കൈയും നീട്ടി സ്വീകരിക്കുക ദൈവത്തെ. 2 കൈയും നീട്ടി വിശ്വാസത്തോടെ ആ ദൈവ കൃപയെ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവിനത് കാരണമാകും. യേശു അതിൽ കയറി. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും കുടുംബത്തിലും ദൈവം തന്നെ കയറി വരുന്ന, ഇന്നലെ വരെ ഇല്ലാതിരുന്ന കുറെ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു നാളുകളെ സമ്മാനിക്കാൻ സ്വർഗത്തിലെ ദൈവം തയ്യാറായി ജീവിതത്തിലേക്ക് കയറി വരുന്നൊരു സമയം. പാപിയാണോ, രോഗിയാണോ, സങ്കടത്തിലാണോ, ഇതാ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നു. ദൈവം നിന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കയറി വരുന്നു. ഒരു വീട്ടിൽ ചെന്നപ്പോൾ, യാദൃശ്ചികമായി ചെന്നപ്പോൾ, ആ ചെന്ന കാര്യം പോലും ആ വീട്ടിലെ ഒരാൾ അറിഞ്ഞില്ല. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ അവർ
കരയുന്ന കണ്ണുകളുമായാണ് ഭക്ഷണം കഴിക്കുന്നത്. മുമ്പിൽ ഒരു മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഒരു വ്യക്തിയുടെ പ്രസംഗം കേട്ടുകൊണ്ട്, ദൈവവചനം കേട്ടുകൊണ്ട്, കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് ആ വചനം കേട്ടിട്ട് അവരുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഇത്രയും ആഗ്രഹത്തോടെ വചനം കേൾക്കുമ്പോൾ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാത്തൊരു നന്മ കയറി വരും, പ്രതീക്ഷിക്കാത്തൊരു വിടുതൽ കയറി വരും. ശിമയോൻ പത്രോസ് വിചാരിച്ചായിരുന്നോ എൻ്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാത്തൊരു സമയമായിരുന്നു അത്? പ്രതീക്ഷിക്കാത്ത സമയമായിരിക്കും. നിങ്ങളും ചിലപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരും നിരാശ കയറിയവരൊക്കെ ആയിരിക്കും. ജീവിതത്തിലേക്ക് ദൈവം കയറി വരും. ഞാൻ നിങ്ങളോടൊരു കാര്യം വളരെ ശ്രദ്ധയോടെ പറയുകയാണ്. നഷ്ടവും ഉറക്കക്ഷീണവും വിഷമവും നിരാശയും ദേഷ്യവും ഒക്കെയുള്ള സമയമായിരുന്നു അത്. എന്നാലും യേശു കയറി വന്നപ്പോൾ ആ യേശുവിന് ആ വള്ളത്തിൽ ഒരിടമോ കൊടുത്തവർ, ഒരു സ്പേസ് കൊടുത്തു. നിങ്ങളും വിഷമമുണ്ട്, സങ്കടമുണ്ട്, വേദനയുണ്ട്, കടബാധ്യതയുണ്ട്, മറ്റാരോടും പറയാൻ മടിക്കുന്ന ചില രോഗവും വേദനയും ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. ഉറങ്ങിയിട്ട് നാളുകളായി, കിടന്നാൽ ഉറക്കം വരുന്നില്ല, വിശപ്പില്ല, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ആരോടും മിണ്ടാൻ തോന്നുന്നില്ല, എന്തോ ഭയങ്കര ദേഷ്യം, എന്തോ ഭയങ്കര സങ്കടം, എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സും ശരീരവുമാണ്. ദൈവത്തിനൊരിടം കൊടുക്കാമോ നിന്റെ ജീവിതം? അതാണ് വെളിപാട് ഗ്രന്ഥത്തിൽ പറയുന്നില്ലേ, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തു പ്രവേശിക്കും. ഇതാ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ, പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മുമ്പിൽ ദൈവ സാന്നിധ്യം വെയിറ്റ് ചെയ്യുന്നു. തുറന്നു കൊടുക്കുക. ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരണമേ, എൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവം കയറി വരുമ്പോൾ ആ വള്ളത്തിന് അന്ന് ആ സെക്കൻഡ് വരെ ആ വള്ളത്തിലുള്ളവർക്കും ആ വള്ളത്തിനൊക്കെ ഒരു കഥ പറയാനുണ്ടായിരുന്നു. ഒന്നും കിട്ടിയില്ല, ഞങ്ങൾ അധ്വാനിച്ചത് വെറുതെയായി, നന്നായിട്ട് പരിശ്രമിച്ചതാവോ, എവിടെ എത്താൻ പറ്റിയില്ല, ഒന്നും കിട്ടിയില്ല, ദാരിദ്ര്യമാ, പട്ടിണിയാ, ഞങ്ങളുടെ അധ്വാനമൊന്നും ഫലമാകുന്നില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ യേശു കയറി വന്ന് അവരോട് പഠിപ്പിച്ചതിന് ശേഷം ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ, അധ്വാനിക്കാൻ പറഞ്ഞു. ശിമയോൻ പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്, ഇന്നലെ അധ്വാനിച്ചിട്ട്, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല ഗുരു, എന്നാലും നിന്റെ വാക്ക് ഞാൻ അനുസരിച്ച് വലയിറക്കാൻ കേട്ടോ എന്ന് പറഞ്ഞ് ആ വാക്കിന് വില കൊടുത്തപ്പോൾ ദൈവത്തിന് ആ വള്ളത്തിൽ ഒരു സ്ഥാനം കൊടുത്തു. ദൈവത്തിൻ്റെ വാക്കിനൊരു വില കൊടുത്തു. എന്തിനാ ഈ നിയോഗ പ്രാർത്ഥന ശുശ്രൂഷ വച്ചെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു വില കൊടുക്കുക, ദൈവത്തിൻ്റെ വചനത്തിനൊരു വില കൊടുക്കുക. അവിടെ നിങ്ങളുടെ അധ്വാനത്തിൽ പോലും നിങ്ങൾ കൊടുത്ത ഈ ആത്മീയ വിലയുടെ റിഫ്ലക്ഷൻ ഉണ്ടാകും, ഒരു പ്രതിഫലനം ഉണ്ടാകും. ആ ഒരു പത്രോസിനെ ശിമയോൻ ഇത്രേ ചെയ്തുള്ളൂ. ആ വള്ളത്തിൽ യേശുവിനൊരിടം കൊടുത്തു. ആ വാക്ക് യേശു ആ വള്ളത്തിൽ ഇരുന്ന് അവരെ പഠിപ്പിച്ചപ്പോൾ അത് ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് വല ഇറക്കാൻ പറഞ്ഞു. ആ വല ഇറക്കിയപ്പോൾ ധാരാളം മത്സ്യങ്ങളെ കൊണ്ട് നിറഞ്ഞു ആ വലയും വള്ളവും. ആ വലയും വള്ളവും മത്സ്യങ്ങളെ കൊണ്ട് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കുന്ന 31 ദിവസങ്ങളായത്. ജീവിതത്തിൽ ഇന്നില്ലാത്തത് സന്തോഷമില്ല, സമാധാനമില്ല, ഐശ്വര്യമില്ല, ഒരു കൂട്ടായ്മയില്ല. ഇല്ലാത്ത സ്ഥാനത്ത് ദൈവം ആ നന്മകളെ കൊണ്ട് നിറയ്ക്കും. നിങ്ങളുടെ ജീവിതത്തിൽ 2 കാര്യം ചെയ്യണം. ദൈവത്തിനൊരിടം കൊടുക്കണം, ദൈവത്തിൻ്റെ വചനത്തിന് ഒരു വില കൊടുക്കണം. ഇത് 2 ചെയ്താൽ മതി. ജീവിതത്തിൻ്റെ നിലകൾ, ജീവിതത്തിൽ തന്നെ അത് വഴിത്തിരിവിന് കാരണമാകും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ ഒരുങ്ങിക്കുകയും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കേട്ട ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുക ജീവിതത്തെ. വള്ളം പോലെ, ആ വള്ളത്തിൻ്റെ ഉടമസ്ഥരെ പോലെ നമ്മളും. വള്ളത്തിലൊന്നുമില്ല, അതിൻ്റെ ഉടമസ്ഥരുടെ മനസ്സും മനോഭാവവും ഒക്കെ സങ്കടം കൊണ്ടും വിഷമം കൊണ്ടും ഉറക്കക്ഷീണം കൊണ്ടും ശരീരവും മനസ്സും ഒക്കെ തളർന്ന് വിഷമിച്ചു വന്ന് വല കഴുകിക്കൊണ്ടിരിക്കുക. എല്ലാം മടക്കി കെട്ടി വെച്ച് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയമാണ് ദൈവം ജീവിതത്തിലേക്ക് കയറി വന്നത്. ചിലരൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൽ ആശ്രയിച്ചിട്ടും ഒന്നും മാറ്റം കാണാത്തോടെ എല്ലാം മടക്കി കെട്ടി പോയേക്കാം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ്, അങ്ങനെ മനസ്സിൻ്റെ അകത്ത് ആലോചന തുടങ്ങുമ്പോഴാണ്, പ്രതീക്ഷിക്കാത്ത സമയത്ത് സർവശക്തനായ ദൈവം, നിന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ള ദൈവം
അകത്തേക്ക് ആ ഒരു വള്ളത്തിലേക്ക് കയറി വന്നതുപോലെ ഇതാ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്ന സമയം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം കയറി വരുന്ന സമയം. നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്ന സമയം. നിങ്ങളുടെ വരുമാന മാർഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കയറി വരുന്ന സമയം. 2 കൈ നീട്ടിയ അനുഗ്രഹത്തെ സ്വീകരിച്ച് എന്നിട്ട് ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിനും ഒരിടം കൊടുക്കാൻ കഴിയുമോ? എന്തിനാ നിയോഗ പ്രാർത്ഥനയിൽ രാവിലെ 5:30 തിരഞ്ഞെടുത്തത്? അതിരാവിലെ എഴുന്നേറ്റ് ഇതേ ദൈവത്തെ നമ്മൾ സ്വീകരിക്കുകയാ. ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാ. അത് നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിന് കാരണമാകും. ആ നഷ്ടം എങ്ങനെയാ നന്മയായത്? ആ സങ്കടം എങ്ങനെയാ സന്തോഷമായത്? ആ വിഷമം എങ്ങനെയാ ഒരു ആനന്ദമായതെന്നറിയാമോ? ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തെ സ്വീകരിച്ചു, ദൈവവചനത്തിന് വില കൊടുത്തു. ഇത് രണ്ടും നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിലും പ്രതീക്ഷിക്കാത്തത് വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും, വന്ന് നിറയും. ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളുടെ നിയോഗങ്ങൾ ഇന്ന് കേട്ട വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആ നിയോഗം എഴുതിയ പേപ്പർ വയ്ക്കണം. നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റാരും കയറി വരുമ്പോഴല്ല വഴിത്തിരിവിന് കാരണമാകുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ഇത്രയും നാളത്തെ ജീവിതത്തിൽ കയറി വന്നു, അതൊക്കെ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ. അതൊക്കെ നമ്മളെ വല്ലാതെ ഡെസ്പാക്കിയിട്ടല്ലേ ഉള്ളൂ, വല്ലാതെ സങ്കടപ്പെടുത്തിയിട്ടല്ലേ ഉള്ളൂ. എന്നാൽ യേശു ആ വള്ളത്തിൽ കയറി വന്നപ്പോൾ അവരെ ഡെസ്പാവുകയാണോ ചെയ്തത്? നിരാശപ്പെടുകയാണോ ചെയ്തത്? അവരുടെ ഉള്ള സന്തോഷം കൂടെ പോവുകയാണോ ചെയ്തത്? അവരുടെ ആ ശൂന്യമായ ഒന്നുമില്ലാതിരുന്ന വള്ളം മത്സ്യങ്ങളെ കൊണ്ട് നിറഞ്ഞു. ശിഷ്യന്മാരുടെ മനസ്സിൽ ധൈര്യമായി, ഒരു കോൺഫിഡൻസായി, ഒരു സന്തോഷമായി. എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വന്നില്ലേ? ഇതാ നിങ്ങളുടെ നിയോഗങ്ങളിൽ ഇതേ ദൈവ സാന്നിധ്യം വന്നു ചേരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം വന്നു ചേരുന്നു. ഈ വചനത്തിന് നേരെ കണ്ണുകൾ അടയ്ക്കരുത്. ഈ വചനത്തിന് എതിരെ തിരിഞ്ഞിരിക്കരുത്. ഇത് വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ, ആ വചനം ദൈവമായിരുന്നു. അതേ വചനം നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ ഇതാ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ അൽപ്പുറമുള്ള നന്മകൾ ജീവിതത്തിൽ വന്ന് കയറുവാൻ തുടങ്ങുന്നു, നിറയാൻ തുടങ്ങുന്നു. ആ നിയോഗം എഴുതിയ പേപ്പർ ആ കടലാസിൽ വെച്ച്, ആ ഒരു ബൈബിളിൻ്റെ ആ പേജിൽ വെച്ച്, ആ ലൂക്കാ സുവിശേഷം 5-ാം അധ്യായത്തോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ വീടും എൻ്റെ വീട്ടിലുള്ളവരും എൻ്റെ മനസ്സും ശരീരവും ഒക്കെ ഇതേപോലൊക്കെ തന്നെയായി. ഏകദേശം ഒത്തിരി അധ്വാനിച്ചു, ഒരു മെച്ചവും ഇല്ല, ഒന്നും മിച്ചവും ഇല്ല, ഒരു ഗുണവുമില്ല. അധ്വാനിക്കുന്നു എന്ന് മാത്രം, ക്ഷീണവും വിഷമവും സങ്കടവും മാത്രം മിച്ചം. ഒന്നുറങ്ങിയിട്ട് തന്നെ നാളായി, കണ്ണുനീര് തോർന്ന നാളുകളില്ല, മിക്കതും സങ്കടങ്ങളും പ്രശ്നങ്ങളും മാത്രം. എന്നാൽ ഈ സാഹചര്യത്തിൽ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ, ഭയം, ആകുലത എല്ലാം ഉണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ദൈവത്തെ ഞാൻ ക്ഷണിക്കുന്നു. യേശുവേ, എൻ്റെ കുടുംബത്തിലേക്ക് വരണം. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, യേശുവേ, ആ വള്ളത്തിലേക്ക് കയറി വന്നതുപോലെ എൻ്റെ കുടുംബത്തിലേക്കൊന്ന് കയറി വരണമേ, എൻ്റെ മക്കളിലേക്ക് കയറി വരണമേ, എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് വരണമേ, എൻ്റെ തന്നെ ജീവിതത്തിലേക്കൊന്ന് കയറി വരണമേ, എൻ്റെ വരുമാന മാർഗങ്ങളിലേക്ക് കയറി വരണമേ, എൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക്, അവരുടെ ബുദ്ധിയിലേക്ക്, ആലോചനയിലേക്ക്, അവരുടെ പഠന മേഖലകളിലേക്ക് ദൈവം അങ്ങ് കയറി വരണമേ. വിശ്വാസത്തിൽ കണ്ടേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ജീവിതത്തിലേക്ക് ദൈവം കയറി വരുന്നു. ദൈവം കയറി വന്ന് അവിടെ ഒരു ദൈവത്തിന് ഇരിക്കാൻ ഒരിടം ലഭിക്കുന്നു. അവിടെ ഇരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു. അതിനുശേഷം അധ്വാനിക്കാൻ പറയുന്നു. നിറയെ മത്സ്യങ്ങളെ കിട്ടുന്നു. ഇതുപോലെ അനുഗ്രഹത്തിന്റെ ഒരു സാക്ഷ്യം പറയുവാൻ ഈ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്കിട വരട്ടെ. ഈ നിയോഗങ്ങൾ, പ്രാർത്ഥിച്ച നിയോഗങ്ങളുടെ മേൽ ഇതുപോലൊരു സാക്ഷ്യം പറയാനുണ്ടാകട്ടെ. ഇതുപോലൊരു സാക്ഷ്യം പറയുവാനുണ്ടാകും. ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന സമയം നല്ലൊരു സാക്ഷ്യത്തിൻ്റെ സമയമാണ്. പ്രിയപ്പെട്ടവരെ, ആ നിയോഗം എഴുതിയ ആ ഒരു പേപ്പർ 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്തൊന്ന് കൈകളിലെടുത്തേ. എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയം ഒരു അത്ഭുത സമയമാണ്. എല്ലാവരുടെയും പ്രാർത്ഥനകളെ ചേർത്ത് വെച്ച് നിയോഗ പ്രാർത്ഥന 3 പ്രാവശ്യം ചെല്ലുകയാണ്. കർത്താവേ, ആ നിയോഗ പ്രാർത്ഥന ചെല്ലാൻ ഞങ്ങൾ ഒരുങ്ങുന്നു.
ഈ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് കേട്ട വചനത്തോട് ചേർത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ കൂടെ: യേശുവേ, എൻ്റെ ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, 16 ദിവസം വചനം കേട്ടു. നമ്മൾ ഒരുമിച്ച് വചനം കേൾക്കുന്ന ഈ സമയം, ഈ വചനം എല്ലാവർക്കും കൊടുക്കണം. കാരണം അനേകരുടെ ജീവിതത്തിൽ ദൈവം കയറി വന്ന് അനുഗ്രഹിച്ച അനുഭവങ്ങൾ നമ്മുടെ കൂടെയുള്ളവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കെല്ലാം ഉണ്ടാകട്ടെ. എല്ലാവരോടും പറയണം, ഷെയർ ചെയ്യണം. ദൈവത്തെക്കുറിച്ചും ദൈവവചനം എല്ലാവരും അറിയട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷെയർ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നാളത്തെ ദിവസവും നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. 5:30 നാളത്തെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. ഒത്തിരി പേര് വിളിച്ചപ്പോൾ പറഞ്ഞു 5:30 എഴുന്നേക്കാൻ പറ്റുന്നില്ല, പലപ്പോഴും ആ സമയം തെറ്റിപ്പോകുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാവർക്കും, നിയോഗം വെച്ച് എല്ലാവർക്കും ആ സമയത്തു തന്നെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു ഭാഗ്യവും അനുഗ്രഹവും കിട്ടട്ടെ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഇന്ന് കേട്ട വചനത്തിൻ്റെ നന്മയും രോഗസൗഖ്യവും അത്ഭുത വിടുതലും പുതിയ വഴികൾ തുറക്കുന്ന അനുഭവങ്ങളും ദൈവം ഇടപെട്ട വലിയ അനുഭവങ്ങളും ഉണ്ടാകട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിയോഗ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.